ഹലോ ഫ്രണ്ട്സ്, ടുഗദർ വി ക്യാൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സും ആർട്ടിക്കിൾസും ആണ്. നമുക്കറിയാം 25 പാർട്സ് ഉണ്ട്, അതുപോലെ 448 ആർട്ടിക്കിൾസ് ഉണ്ട്. സോ ഇതിൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സും ആർട്ടിക്കിൾസും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 1 to 4. ഫസ്റ്റ് ആർട്ടിക്കിൾ, നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതാണ് ആർട്ടിക്കിൾ 1ൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത് കുറേ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ തന്നെ ഇനി അക്വയർ ചെയ്യാൻ പോകുന്ന ടെറിട്ടറീസ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ അതിനെ ഒരു സ്റ്റേറ്റ് ആയിട്ട്, ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടോ യൂണിയൻ ടെറിട്ടറി ആയിട്ടോ ഒക്കെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 2. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഓക്കെ. ആർട്ടിക്കിൾ 3, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് പുതിയ സ്റ്റേറ്റ്സ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടറീസ്, ഓരോ സ്റ്റേറ്റിന്റെ ബൗണ്ടറീസിൽ ചേഞ്ച് വരുത്തുക, പേരിൽ ചേഞ്ച് വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 3. അപ്പോൾ ആർട്ടിക്കിൾ 2 പ്രകാരം രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് സിക്കിം. അതെന്നായിരുന്നു? 16th May 1975 സിക്കിം ഒരു സ്റ്റേറ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തത്. ആർട്ടിക്കിൾ 3 പ്രകാരം ഉള്ള എക്സാമ്പിളാണ് തെലങ്കാനയുടെ ഫോർമേഷൻ. ഇനി ആർട്ടിക്കിൾ 4ൽ പറയുന്നത് പാർലമെന്റിന് ഈ ചേഞ്ചസ്, ഈ 2ലും 3ലും പറയുന്ന ചേഞ്ചസ് വരുത്താൻ പറ്റും. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ആവശ്യമില്ല. ഈ ചേഞ്ചസ് വരുത്തുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. യൂണിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ കണ്ടു, ഇന്ത്യ ഇപ്പോൾ സ്റ്റേറ്റ്സ് ആയിട്ടും യൂണിയൻ ടെറിട്ടറീസും ആയിട്ടൊക്കെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ ഇന്ത്യയിലെ 2 പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷ് പ്രോവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും. അതിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ, ഏരിയയിൽ വരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 552 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരം 3 ചോയ്സസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഒന്നുകിൽ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. സോ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാൻ വിസമ്മതിച്ചു. ഹൈദരാബാദ്, ജൂനാഗാദ്, അതുപോലെ കാശ്മീർ. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്തത്, ഏതൊക്കെ പ്രോസസ്സ് വഴിയാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈദരാബാദ് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്തത് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ ഈസ് എ പോലീസ് ആക്ഷൻ. ഇതൊരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. അതായത് പോലീസ് ആക്ഷൻ എന്ന് പറയുന്ന ഉടനെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷന് പറയുന്നതാണ് പോലീസ് ആക്ഷൻ. സോ ഓപ്പറേഷൻ പോളോ നമ്മുടെ മിലിറ്ററി കണ്ടക്ട് ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു. സെപ്റ്റംബർ 17, 1948 ഓപ്പറേഷൻ പോളോ വഴി ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്തത്. അതുപോലെ ജൂനാഗാദ് എന്ന് പറയുന്നത് ത്രൂ റെഫറൻഡം ആണ്. ഫെബ്രുവരി 1948 ജൂനാഗാദ് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്തത്. റെഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിതപരിശോധന. ഇനി കാശ്മീർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ വഴിയാണ് ഒക്ടോബർ 26, 1947 ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്തത്. മഹാരാജ ഹരി സിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാൻ സമ്മതിച്ചു. സോ ഈ യൂണിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടാസ്ക് കണ്ടക്ട് ചെയ്തത്, അതായത് ഈ ഒരു ഹോൾ പ്രോസസ് നടത്തിയത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനനും ആയിരുന്നു. സോ ഇത്രയാണ് നമ്മളുടെ യൂണിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഓരോ ലാംഗ്വേജ് ആണ്. സോ ഇങ്ങനെ ലാംഗ്വേജിനെ ബേസ് ചെയ്ത്, അതായത് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റ്സിനെ ഓർഗനൈസ് ചെയ്യണം എന്നൊരു ഡിമാൻഡ് 1948 ആ ഒരു ടൈമിൽ ഉയർന്നു വന്നു. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നതിനായിട്ട് കുറേ കമ്മിറ്റീസ് ഫോം ചെയ്തു. അപ്പോൾ ആ കമ്മിറ്റീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SK ധാർ കമ്മിറ്റി ആയിരുന്നു. അത് ജൂൺ 1948 ഫോം ചെയ്തത്. ചെയർമാൻ SK ധാർ ആണ്. ആൻഡ് ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റ്സ് റീഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതായത് ഭരിക്കാൻ എങ്ങനെയാണോ എളുപ്പം അതിന് പ്രയോറിറ്റി കൊടുത്ത് മാത്രം മതി, അല്ലാതെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്സ് റീഓർഗനൈസ് ചെയ്യണ്ട എന്നായിരുന്നു SK ധാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പക്ഷേ വീണ്ടും ഈ ഒരു ലിംഗ്വിസ്റ്റിക് ബേസിസിലെ റീഓർഗനൈസേഷനുള്ള ഡിമാൻഡ് ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ആ വർഷം 1948 തന്നെ ഡിസംബറിൽ JVP കമ്മിറ്റി ഫോം ചെയ്തു. JVP കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ. ഈ കമ്മിറ്റിക്കും സെയിം കൺക്ലൂഷൻ ആയിരുന്നു, അതായത് റീഓർഗനൈസേഷൻ വേണ്ട, ലാംഗ്വേജിന്റെ ബേസിസിൽ റീഓർഗനൈസേഷൻ വേണ്ട എന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ 1953 ഒക്ടോബർ 1 ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യേണ്ടി വന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി ശ്രീരാമലു എന്ന് പറയുന്ന ലീഡറിന്റെ ഒരു സ്ട്രഗിൾ ആണ്. അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ കാരണം ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്തു. അദ്ദേഹം 56 ഡേയ്സ് ഹങ്കർ സ്ട്രൈക്ക് നടത്തി, അങ്ങനെ മരിച്ചു. പോട്ടി ശ്രീരാമലുവിനെ അമരജീവി എന്നാണ് അറിയപ്പെടുന്നത്. സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്തു ഒക്ടോബർ 1, 1953. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാക്കിയുള്ളവരും ഈ ഒരു ഡിമാൻഡുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വന്നു. സോ അങ്ങനെ 1953 തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ഫോം ചെയ്തു. അതിന്റെ ചെയർമാൻ ആയിരുന്നു ഫസൽ അലി ആൻഡ് അതിലെ മെമ്പേഴ്സ് ആണ് സർദാർ KM പണിക്കർ ആൻഡ് HN ഖുൻസ്രു. അങ്ങനെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ലാംഗ്വേജ് ബേസ്ഡ് ആക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരമാണ് നവംബർ 1, 1956 14 സ്റ്റേറ്റ്സും 6 യൂണിയൻ ടെറിട്ടറീസും ഫോം ചെയ്തു ഇന്ത്യയിൽ. ആൻഡ് ഏറ്റവും ലാസ്റ്റിൽ ഫോം ചെയ്ത സ്റ്റേറ്റ് ആണ് തെലങ്കാന. 29th സ്റ്റേറ്റ് ആണ് തെലങ്കാന. 2 ജൂൺ 2014 തെലങ്കാന ഫോം ചെയ്തത്. ആൻഡ് തെലങ്കാനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി. പാർട്ട് 2 സിറ്റിസൺഷിപ്പ്. പാർട്ട് 2 ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 5 to 11. ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ആ ഇയർ ഒന്ന് ഓർക്കുക, 1955 ആണ് സിറ്റിസൺഷിപ്പ് ആക്ട്. ഇനി സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ നമ്മൾക്ക് 5 ways ഉണ്ട്. അതുപോലെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത് 3 വഴികളിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് അക്വയർ ചെയ്യുന്നതെന്ന് നോക്കാം. ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ ഇത്രയാണ് 5 ways ഫോർ അക്വയറിംഗ് സിറ്റിസൺഷിപ്പ്. അതായത് നമ്മളിവിടെ ജനിക്കുമ്പോൾ ബൈ ബർത്ത് നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് മാറും. അല്ലെങ്കിൽ ബൈ ഡിസെന്റ്, അതായത് നമ്മുടെ പേരൻസ് ആരെങ്കിലും ഇവിടുത്തെ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവഴി ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു 7 years ആയിട്ട് മിനിമം ഒരു 7 years നമ്മൾ ഇവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ ബൈ രജിസ്ട്രേഷൻ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും ഇന്ത്യയുടെ. അല്ലെങ്കിൽ ബൈ നാച്ചുറലൈസേഷൻ, അതായത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്, ഒരു മിനിമം ഒരു 12 years ആയിട്ട് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ബൈ നാച്ചുറലൈസേഷൻ നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും. അതുപോലെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, അതായത് മറ്റ് ടെറിട്ടറീസ് നമ്മളുടെ രാജ്യം അക്വയർ ചെയ്യുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാർ നമ്മളുടെ സിറ്റിസൺസ് ആയിട്ട് മാറും, ഇന്ത്യയുടെ സിറ്റിസൺസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് 5 ways ഓഫ് അക്വയറിംഗ് സിറ്റിസൺഷിപ്പ്. ഇനി സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത് 3 വഴികളിലൂടെയാണ്. ഫസ്റ്റ് വൺ റിനൻസിയേഷൻ, സെക്കൻഡ് ടെർമിനേഷൻ ആൻഡ് തേർഡ് ഡിപ്രിവേഷൻ. റിനൻസിയേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തു, അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യുകയാണ്, നമ്മളായിട്ട് ക്യാൻസൽ ചെയ്യുന്നു. അതിനെയാണ് റിനൻസിയേഷൻ എന്ന് പറയുന്നത്. ടെർമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു രാജ്യത്തിലെ സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോഴത്തേക്കിനും ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് നമുക്ക് നഷ്ടപ്പെടും.
സോ അതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് നഷ്ടമാകും. സോ അതിനെയാണ് ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണ അധികാരവും പാർലമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സിറ്റിസൺഷിപ്പ് പാർട്ട് 2. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 12 to 35 ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. USലെ ബിൽ ഓഫ് റൈറ്റ്സ്, അത് ആ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ കീ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടുമാണ്. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 44th അമെൻമെന്റ് 1978 വഴി റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും ലീഗൽ റൈറ്റിലേക്ക് മാറ്റി. അതായത് ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി, അതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റി. ഇപ്പോൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ആദ്യത്തേത് റൈറ്റ് ടു ഇക്വാളിറ്റി. ഇതിലുള്ള ആർട്ടിക്കിൾ 14 to 18. സെക്കൻഡ് വൺ റൈറ്റ് ടു ഫ്രീഡം. ഇതിൽ ആർട്ടിക്കിൾസ് 19 to 22 ആണുള്ളത്. തേർഡ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിലുള്ളത് 23ഉം 24ഉം ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇതിൽ ആർട്ടിക്കിൾ 29ഉം 30 ആണുള്ളത്. അതുപോലെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് 6th ഫണ്ടമെന്റൽ റൈറ്റ്, അത് ആർട്ടിക്കിൾ 32 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആർട്ടിക്കിൾ 31 ഇതിലില്ല അല്ലേ? അതെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് ആയിട്ട് മാറി. റൈറ്റ് ടു ഇക്വാലിറ്റിയിലുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 14 to 18. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് നമ്മളെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് എന്നീ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17 abolishes untouchability. ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 17 abolishes untouchability. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലോഗനാണ് മഹാത്മാഗാന്ധിക്ക് ജയ്. അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 17 abolishes untouchability, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ലോഗൻ മഹാത്മാഗാന്ധിക്ക് ജയ്. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് abolishes titles. ഇതിൽ വരുന്ന ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് ആയിട്ടും മിലിറ്ററി റിലേറ്റഡ് ആയിട്ടും ഉള്ള ടൈറ്റിൽസ് ഇതിന് ബാധകമല്ല. ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ബാധകമല്ല. സോ ഇത്രയാണ് ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഫ്രീഡം ആണ് സെക്കൻഡ് റൈറ്റ്. ഇതിൽ ആർട്ടിക്കിൾ 19 to 22 ആണ്. സോ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് 6 ഫ്രീഡം റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(a) സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള നമ്മുടെ അവകാശത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 19(1)(a). ഇതിൽ തന്നെയാണ് ഫ്രീഡം ഓഫ് പ്രസ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതും ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19(1)(a)യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ആർട്ടിക്കിൾ 19(1)(b) അസംബ്ലി. നമുക്ക് അസംബ്ലി ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 19(1)(c) അസോസിയേഷൻ. ആർട്ടിക്കിൾ 19(1)(d) മൂവ്മെന്റ്. നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാൻ നമ്മുടെ മൂവ്മെന്റിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19(1)(d). ആർട്ടിക്കിൾ 19(1)(e) എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ, അതായത് റിസൈഡ് ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19(1)(e). ആൻഡ് ആർട്ടിക്കിൾ 19(1)(g) എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക, അതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19(1)(g).
അപ്പോൾ ഇത്രയാണ് 6 ഫ്രീഡം റൈറ്റ്സ്. ഇത് ജസ്റ്റ് ഒരു കഥ പോലെ ഇങ്ങനെ ഓർക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു സ്പീച്ച് നടക്കുകയാണ്, അപ്പോൾ അവിടെ കുറേ പേര് അസംബിൾ ചെയ്തു, അവരെല്ലാം കൂടി ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്തു എന്ന് വെച്ചോളൂ. അങ്ങനെ അവർ ട്രിപ്പ് പോവാണ്, അതാണ് മൂവ്മെന്റ്. അങ്ങനെ അവർ ട്രിപ്പ് പോയി, ഓരോ സ്ഥലത്തൊക്കെ താമസിച്ചു, റിസൈഡ്. എന്നിട്ട് അവിടെ ഓരോ ജോലികളൊക്കെ കണ്ടെത്തി. അങ്ങനെ അവർ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ താമസിച്ച് ജോലി കണ്ടെത്തി. അതാണ് പ്രൊഫഷൻ. സോ ഇതിങ്ങനെ ജസ്റ്റ് ഒരു കഥ പോലെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത്രയാണ് ഫ്രീഡം റൈറ്റ്സ്. റൈറ്റ് ടു ഫ്രീഡമിലെ ബാക്കി ആർട്ടിക്കിൾസ് ആണ് ഇനി. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് കൺവിക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് കൺവിക്ഷൻ. ഇതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നോ ഡബിൾ ജിയോപാർഡി, നോ എക്സ് ഫാക്ടോ ലോ, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഡബിൾ ജിയോപാർഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈമിന് 2 പ്രാവശ്യം ശിക്ഷ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നോ ഡബിൾ ജിയോപാർഡി. നോ എക്സ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമം വെച്ച് ഇപ്പോൾ ഒരു ക്രൈമിന് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. നേരത്തെ ഒരു നിയമം വെച്ച് ഇപ്പോൾ ഒരു ക്രൈമിന് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. അടുത്തത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് നമുക്കെതിരെയുള്ള തെളിവുകൾ നമ്മളായിട്ട് കോർട്ടിൽ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അപ്പോൾ ഇത്രയാണ് ആർട്ടിക്കിൾ 20-ലുള്ളത്. ആർട്ടിക്കിൾ 21 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിനകത്ത് ഉള്ളതാണ് റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടിയിൽ ഇൻട്രിൻസിക് ആയിട്ട് വരുന്നതാണ് റൈറ്റ് ടു പ്രൈവസി. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ്, അതായത് റൈറ്റ് ടു പ്രൈവസി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇതിൽ ഇൻട്രിൻസിക് ആയിട്ട് വരുന്നതാണെന്നൊരു ജഡ്ജ്മെന്റ് നടത്തിയത് ജസ്റ്റിസ് കെഹാറാണ്. അപ്പോൾ അത്രയാണ് ആർട്ടിക്കിൾ 21. ഇനി ആർട്ടിക്കിൾ 21A എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 14 ഇയേഴ്സ്. 6 തൊട്ട് 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു ഫ്രീഡമിലെ അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22 പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കൽ അല്ലെങ്കിൽ നിവാരണ തടങ്കൽ എന്ന് പറയും. ഇതിൽ ആദ്യമായിട്ട് പോയ വ്യക്തിയാണ് AK ഗോപാലൻ, 1950-ലായിരുന്നു. പിന്നീട് മേനക ഗാന്ധിയും 1978-ൽ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ പോയിട്ടുണ്ട്. ഇനി അടുത്തത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലേ. അതിലുള്ള ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 23 ആൻഡ് 24 ആണ്. ആർട്ടിക്കിൾ 23 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ആണ്. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. അപ്പോൾ ചൈൽഡ് ലേബറിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു സോഷ്യൽ റിഫോമറാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹം ഈ ചൈൽഡ് ലേബറിന് എഗൻസ്റ്റ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ ചൈൽഡ് ലേബറിന് എഗൻസ്റ്റ് ആയിട്ട് കൈലാഷ് സത്യാർത്ഥിയുടെ ഒരു മൂവ്മെൻ്റ് ആണ്. അതുപോലെ റഗ്മാർക്ക്, ഇപ്പോൾ അതിനെ ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോഗോ ആണ്. അതായത് ഓരോ കമ്പനിയുടെ പ്രൊഡക്ട്സിൽ ഇതിൽ ചൈൽഡ് ലേബർ യൂസ് ചെയ്തിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ലോഗോ ആണ് റഗ്മാർക്ക്. ഇപ്പോൾ അതിനെ ഗുഡ് വീവ് എന്നാണ് പറയുന്നത്. ആൻഡ് കൈലാഷ് സത്യാർത്ഥി he shared Nobel Peace Prize with Malala Yousafzai in 2014. 2014-ൽ നോബൽ പീസ് പ്രൈസ് നേടിയ വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നും പറയാം. കാരണം ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ ഗ്യാരണ്ടി ചെയ്യുന്നത് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് സുപ്രീം കോർട്ടിനെയോ ഹൈക്കോർട്ടിനെയോ സമീപിക്കാം എന്ന് പറയുന്നതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അങ്ങനെ സുപ്രീം കോർട്ടിനെ നമ്മൾ സമീപിക്കുമ്പോൾ സുപ്രീം കോർട്ട് കുറച്ച് ഓർഡേഴ്സ്, അതായത് അതിനെ റിറ്റ്സ് എന്നാണ് പറയുന്നത്, റിറ്റ്സിനെ ഇഷ്യൂ ചെയ്യും.
ഫോർ സേഫ് ഗാർഡിങ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, അതായത് സുപ്രീം കോർട്ടിന്റെ റിറ്റിനെ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ ഹൈക്കോർട്ടിന്റെ കേസിൽ ആർട്ടിക്കിൾ 226 ആണ്. ആൻഡ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ അതുകൊണ്ട് തന്നെ BR അംബേദ്കർ ഈ ഒരു റൈറ്റിനെ പറഞ്ഞ എന്താണ്, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റി BR അംബേദ്കർ പറഞ്ഞത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം റിറ്റ്സ് എന്തൊക്കെയാണ്. റിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. 5 റിറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിന്റെ മീനിങ് ടു ഹാവ് ദ ബോഡി എന്ന് വെച്ചാൽ ഒരാളെ തടഞ്ഞു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നു. സോ ആ ഒരു കേസിൽ അയാളെ ഫിസിക്കലി കോർട്ടിന്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്ന, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡറാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി കമാൻഡ്. സപ്പോസ് ഒരു ഗവൺമെന്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല, അവരുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണ് മാൻഡമസ്. ഇത് പ്രൈവറ്റ് ഓഫീസസിനെയും പ്രൈവറ്റ് ഒഫീഷ്യൽസിനെയും ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അവർക്കെതിരെ ഒന്നും നമുക്കിത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഒരു കേസ്. പിന്നെ കോ വാറന്റ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, മാൻഡമസിന്റെ കേസിൽ പ്രസിഡന്റ്, ഗവർണർ, ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എതിരെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കോ വാറന്റോ ബൈ വാട്ട് അതോറിറ്റി. ബൈ വാട്ട് അതോറിറ്റി എന്നാണ് കോ വാറന്റോയുടെ മീനിങ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന് ആ ഒരു പദവി വഹിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് കോ വാറന്റോ. ഇത് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഒഫീഷ്യൽസിന് അഗേൻസ്റ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹയർ കോർട്ട് ലോവർ കോർട്ടിലോട്ട് കൊടുക്കുന്ന ഒരു ഓർഡറാണ്. ചില കേസസിൽ ലോവർ കോർട്ടിനെ ഹയർ കോർട്ട് പ്രൊഹിബിറ്റ് ചെയ്യും. സോ ആ ഒരു ഓർഡറിനാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി സെർഷ്യോററി എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസസ് ലോവർ കോർട്ടിൽ അതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് നടത്താൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കേസസിലൊക്കെ ലോവർ കോർട്ടിൽ നിന്ന് ഹയർ കോർട്ടിലേക്ക് ഒരു കേസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് ഈ സെർഷ്യോററി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് റിറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കാണുക. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.